അഭിനന്യ പിതാക്കന്മാര്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ ഒരു നിമിഷവും ദിവസവുമാണ്. ഈ രൂപതാംഗം എന്ന നിലയിൽ വളരെയേറെ സന്തോഷം എൻ്റെ ഹൃദയത്തിലും, അതോടൊപ്പം സ്നേഹവും വിശ്വാസവും തീക്ഷ്ണതയുമെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു നല്ല നിമിഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 1950 വയലിൽ പിതാവിൽ ആരംഭിച്ച് പള്ളിക്കാപ്പറമ്പിൽ പിതാവിലൂടെ വളർന്ന് കല്ലറങ്ങാട്ടിൽ പിതാവിലൂടെ സമാനമില്ലാത്ത നേട്ടങ്ങൾ ഇന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന രൂപതയായി പാലാരൂപത മാറി. രൂപതയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഒരാശംസാ വാക്ക് മാത്രം. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രൈസ്തവ ദർശനങ്ങൾ കൊടുക്കാൻ കഴിയും. ഇത്രയേറെ ഇടവകകൾ, അതോടൊപ്പം പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമുക്ക് വരുത്തിയ ആധ്യാത്മിക ചൈതന്യം, ഇത് മതേതര കാഴ്ചപ്പാടുകൾക്ക് വലിയ നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞ ഒരു വിശ്വാസ കോട്ടയാണ്. ക്രൈസ്തവ വിശ്വാസം മതേതര കാഴ്ചപ്പാടുകളിൽ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം മിഷണറിമാർ, ഇന്ന് പള്ളിയിൽ വായിച്ച സുവിശേഷ വാചകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ ശിഷ്യരെ ആഹ്വാനം ചെയ്തത്. ആ പ്രബോധനം അതുപോലെ ഏറ്റെടുത്ത രൂപതയാണ്. ഇത്രയേറെ മിഷണറിമാരെ സംഭാവന ചെയ്ത സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ച ഒരു രൂപത ഭാരതത്തിലില്ല എന്ന് അഭിനന്ദ പിതാക്കന്മാരോട് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ നമുക്കത് ബോധ്യപ്പെടാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മേൽപ്പട്ടക്കാരുടെ എണ്ണം എത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത്, ആതുരസേവന രംഗത്തുണ്ടായ മാറ്റങ്ങൾ, സാക്ഷരതയിൽ വളർത്തിയെടുക്കാൻ ഒരു സമൂഹത്തിന് നൽകിയ വലിയ കാഴ്ചപ്പാട്, ആതുര ശുശ്രൂഷ രംഗത്തുണ്ടായ നേട്ടങ്ങൾ, കായിക രംഗത്തെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ കഴിഞ്ഞ പാലാ സെൻറ് തോമസ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളിലെല്ലാം പ്രവർത്തനങ്ങൾ 75 വർഷക്കാലം പിന്നിടുമ്പോൾ നമ്മൾ ഓർക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിനുവേണ്ടി നിലകൊണ്ട എല്ലാവരെയും സമർത്ഥമായി ഓർക്കുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് കടപ്പാടാണ്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നിശ്ചയദാർഢ്യം ഈ രൂപതയുടെയും ഈ സഭയുടെയും നേതൃത്വപരമായ പങ്കാളിത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമുക്ക് നൽകിയ വലിയ പാരമ്പര്യത്തെ ഓർത്ത് നമുക്ക് അഭിമാനത്തോടെ മുന്നോട്ട് പോകാം. വേദിയിലുള്ള എല്ലാ സഭാ നേതാക്കന്മാരോടും ഒപ്പം ചേർന്ന് ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എൻ്റെ വാക്ക് ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.